അതായത് ചേട്ടൻ മനസ്സിലായി, ചുരിദാർ ഇട്ടിട്ട് ഈ പാന്റ് ഇല്ലേ, ഈ പാന്റ് ഇടാം, മേലോട്ടുള്ള ഡ്രസ് പാടില്ല, ടോപ്പിടാൻ പാടില്ല, അതിന്റെ അടിയിലുള്ള വസ്ത്രവും പാടില്ല. അങ്ങനെ ഇവിടെ ആരും വരാതായത് 2006 ഈ 2020 മുതൽ നമ്മളാണ് ഈ ക്ഷേത്രം പണി ചെയ്തത്. ഈ 2020 മുതൽ ഈ 2025 വരെ ഈ ക്ഷേത്രത്തിൽ ഈ നാട്ടുകാരെ ആരും സഹകരണം ഇല്ല. അത് നിങ്ങൾക്ക് നമ്മളെ കള്ളം പറയണല്ല, ഈ നാട്ടിൽ ആരെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമല്ല വിളക്ക് വയ്ക്കാൻ സാമാന്യത്തിൽ വെളിച്ചെണ്ണ കൊണ്ടുകൊടുക്കണമെങ്കിൽ ആ സ്ത്രീ അവിടെ ഇരിക്കുന്ന സ്ത്രീ മാറ്റം സൂര്യകളെ വെളിയിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്ന സാധനം ഇവിടെ ഉപയോഗിക്കില്ല. അങ്ങനെയുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത് ഈ മഹാക്ഷേത്രം നാട്ടുകാർ ചോദിച്ചത്. ഇതില് വേറെ ഒന്നുമല്ല, ഈ നാട്ടുകാർ പറയണ പോലെ ആരും പറയണ പോലെ ഇതില് ഒരു കാര്യം മാത്രമേ നിങ്ങൾ എല്ലാരും കൂടി ഒരു മിനിറ്റ്, ഇതിലെ നാട്ടുകാരോ ആരും പറയണ പോലെ അല്ല. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ എല്ലാം കൂടി തെളിയിച്ചു തരണം. ഇതിൽ സത്യസന്ധമായിട്ടെന്നുള്ള ഒരു അവസ്ഥ പോലീസ് കണ്ടെത്തണം. അല്ലാതെ നമ്മളോ നാട്ടുകാരോ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇവിടെ ജാതിയോ മതമോ പ്രശ്നമോ ആറലുമില്ലാത്ത അങ്ങനെ ഒരിക്കലും ഇല്ല. പക്ഷെ ഇതിൽ സത്യമായിട്ടുള്ള അവസ്ഥ നെയ്യാറ്റിൻകര പോലീസ് കണ്ടെത്തണം. അത് മാത്രമേ നമുക്ക് പറയാവുള്ളൂ. നെയ്യാറ്റിൻകര പോലീസ് കണ്ടെത്തി തരണം. നമ്മുടെ നെയ്യാറ്റിൻകര എന്നുള്ള ഒരു സ്ഥലം ഇപ്പൊ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര പോലീസുകാർ ബെസ്റ്റ് പോലീസ് എന്ന് പറഞ്ഞ് ഈ കേരളം ജനത മൊത്തം അറിയണം. അതിന് നെയ്യാറ്റിൻകര പോലീസ് എല്ലാം ഒറ്റക്കെട്ടാവണം. ചേട്ടൻ ശരിക്കും നാട്ടുകാരുടെ ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ്. അതെ. ഇതെന്താണ് ഇത് ഭയങ്കര ദുരൂഹത? ഇത് എന്താണ് ശരിക്കും സമാധിയാണോ? ഇത് ആളെ ഇതിനകത്ത് മരിച്ചിട്ട് നേരെ കൊണ്ടുപോയി കിടത്തിയതാണോ? എന്തൊക്കെയാണ് ഈ ദുരൂഹത? എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്, ആള് ഒന്നേ മരിച്ചു കൊണ്ട് കിടത്തി, ഇല്ലെങ്കിൽ അവര് കൊണ്ട് ഇരുത്തി സ്ലാബ്. ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തുകൊണ്ട് പറയാണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ഷുഗറിന്റെ ഗുളിക, കൊളസ്ട്രോളിന്റെ ഗുളിയെല്ലാം കഴിച്ചിട്ടാണ് പുള്ളി പോയെന്ന് പറയുന്നുണ്ട്. 1. 2, ഇവര് പറഞ്ഞ ന്യൂസിൽ കേട്ടതാണ്, പുള്ളിയുടെ മോനാ പറഞ്ഞ ഈ മഹാക്ഷേത്രം നാട്ടുകാർ ചോദിച്ചിട്ട് വിട്ടുകൊടുക്കാത്തതിന്റെ കലിപ്പാണ് നാട്ടുകാർ തീർന്നത്. അങ്ങനെ ഇവിടെ ഒരു നാട്ടുകാർ ചോദിച്ചായിട്ട് അറിവില്ല. അതായത് ഞാൻ 1-ാം ബൂത്ത് BJP സെക്രട്ടറിയാണ്. ഇന്ന് വരെ ഇത് 2-ാം വാർഡാണ്. പക്ഷെ ഇന്ന് വരെ ഇവിടെ ആരെങ്കിലും ചോദിച്ച അങ്ങനെ ഒരു അറിവ് എനിക്കില്ല. അല്ല, ഞാൻ ചോദിച്ചു വെച്ചാല് ഇപ്പം ഈ അമ്പലം കാണുന്നുണ്ടല്ലോ, ഈ അമ്പലത്തിൽ നാട്ടുകാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു? ഇല്ല, ആരും വരാറില്ല. ആരും വരാറില്ല. അത് തുടക്കത്തില് കുറച്ചു പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാങ്കേതിക പ്രശ്നമായിട്ട് ആരും വരാത്ത ഒരു കേസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. 2016 നമ്മളെല്ലാം കൂടി തന്നെ ഉത്സവം നടത്തിയത്. അന്ന് നമ്മുടെ മാമന്റെ മക്കൾ എല്ലാവരും വന്നപ്പോ ചുനിദാർ ഇട്ടുകൊണ്ട് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആരും വരൂല. അവർക്കും അവരെ കൂടെ നമ്മളാരും വരൂല എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളാരും വരൂല. അതിനുശേഷം ഇത്ര ഇതുകൊണ്ടാണ് ഇവര് പറഞ്ഞതെന്ന് വെച്ചാല് നാട്ടുകാർക്കൊക്കെ ഈ അമ്പലത്തിൽ കയറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും ഈ ക്ഷേത്രം ഏറ്റവുമായിട്ട് ഇത് ഈ പോസ്റ്റർ കണ്ടാണ് മനസ്സിലാക്കിയത്. അത് അവിടെ ഒരു പോസ്റ്റർ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അറിഞ്ഞ മണിയസ്വാമി സമാധിയാണെന്ന്. സമാധിയായി കഴിഞ്ഞാൽ ആരെങ്കിലും 5 പേരെ വിളിക്കണം, അല്ലെങ്കിൽ തൊട്ട അയലോക്കാരെങ്കിലും അറിയിക്കണം, അല്ലെങ്കിൽ ഡാറ്റ കൊണ്ടുവന്ന് ഇത് മരിച്ചോ എന്തിനാണെന്ന് ഇത് അറിയണം. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നാട്ടുകാരെല്ലാം വിറപ്പിച്ച് വെച്ചിട്ട് ഒരാഴ്ചക്കും മൂത്രം ഒഴിച്ചപ്പം അങ്ങേരെ അടിച്ചു. ഈ ലാസ്റ്റ് പയ്യെ, ആ സ്വാമി എന്ന് പറയുന്ന പയ്യെ, ഈ പോറ്റിയായിട്ട് നടക്കുന്ന ഈ സ്വാമി മരിച്ചെന്ന് പറഞ്ഞ സ്വാമി മൂത്രം ഒഴിച്ചപ്പോ അടിച്ച മോനാണ് ഈ പോറ്റി എന്ന് പറയുന്ന ആള്. ആ പുള്ളിയാണ് ഇപ്പം പറയണ സമാധിയായിട്ട് സ്വന്തം പൂജയെല്ലാം പുള്ളി ചെയ്തെന്ന് പറയുന്നത്. ആ പുള്ളിയാണ് പറയുന്നത്. അപ്പോ എങ്ങനെ വിശ്വസിക്കുന്നതാണ് ചേട്ടൻ പറയുന്നത്? അതുകൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് ആ പുള്ളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ബാധ്യതയുണ്ട്. അതിന്റെ ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഒന്നേ എടുത്ത് കാണണം. കണ്ണ് പോലും കാഴ്ച കുറവായിരുന്നു. കണ്ണും കാഴ്ച അതാണ് എങ്ങനെയാണ് സ്ഥാനത്ത് പോയി ഇരുന്നേന്ന് നമുക്ക് അറിയാൻ. മരിച്ചതിന് ശേഷം ചിലപ്പോ ഇവര് പറഞ്ഞത് അത് വീടല്ല, ആശ്രമാണെന്ന് പറയുന്നത്. ഒരിക്കലും ഇല്ല. ഏതാശ്രമം? ചേട്ടാ ആശ്രമം കണ്ടിട്ടില്ലേ? അവര് പറയുന്നത് അങ്ങനെയാണ്. അവർക്ക് എന്താ പറയുന്നത്?
അവരെന്താണ് പറഞ്ഞത്? ആദ്യത്തെ വീടെന്ന് പറഞ്ഞാൽ നടുക്കിരിക്കുന്ന വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഒടുവിലാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലോണൊക്കെ കിട്ടി ഈ വീട് വെച്ചത്. ഈ ആശ്രമം വെച്ചതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പിരിവുള്ള പൈസയാണ്. അല്ലാതെ അയാള് അധ്വാനിച്ചത് ഒന്നുമല്ല. ഇയാൾ കൂലിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇയാൾ യൂണിയൻ അതായത് ആറാലുമൂട് മാർക്കറ്റ് ഇവിടുന്ന് താഴെ തുണി ക്ഷേത്രത്തിൽ തൊഴിലാളിയായിരുന്നു. അങ്ങനെ പറയുന്ന അവിടുന്ന് കുത്തുകണക്കിനാണ് മലക്കറി കൊണ്ട് അവിടെ ആര് കൊടുക്കുന്നത്. അവിടെ ആര് അതിന്റെ പങ്ക് അതായത് അവർ പെണ്ണുങ്ങൾക്ക് വീട്ടാവശ്യത്തിന് പോയിട്ട് ഇതിന്റെ മേളിൽ യൂണിയൻ അങ്ങനെ പറയുന്ന സാധനം അങ്ങനെ ഇവിടെ നാട്ടിൽ വരാതെ ആയത്. അങ്ങനെ ഉണ്ടാക്കിയ പൈസകളാണ്. അല്ല വേറെ ഒന്നുമല്ല. ഇവൻ പമ്പിങ്ങിന്റെ ഈ സാമിയായിട്ട് പമ്പിങ്ങിന്റെ പണി ആറാലുമൂട്ടിൽ ഒരു കട തുടങ്ങിയിരുന്നു. പമ്പിങ്ങിന്റെയും വയറിങ്ങിന്റെയും ഇരുന്ന്